നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാവപ്പെട്ടവന്റെ അവകാശമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനെന്നും ഇത് ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. സഹകരണ ബാങ്കുകളാണ് സർക്കാരിന്റെ പ്രശ്നമെങ്കിൽ മറ്റ് സംവിധാനത്തിലൂടെ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകണമെന്നും MLA പട്ടാമ്പിയിൽ പ്രതികരിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ബാങ്ക് വഴി ആളുകളിലേക്ക് എത്തിക്കുമെന്നാണ് പുതിയ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ വീടുകളിൽ വന്ന് പല ആളുകളെയും, പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള ആളുകളടക്കം വീടുകളിലെത്തി അല്ലെങ്കിൽ വീടുകൾ അന്വേഷിക്കാതെയും പലപ്പോഴും അവരെ പെൻഷൻ ഒഴിവാക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പൊ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ നിരവധി ആളുകൾക്ക്, വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുടെ പെൻഷൻ ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗവൺമെന്റ് സത്യത്തിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം അത് രാഷ്ട്രീയമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പൊ എടുത്തു കളയുന്നത്. പക്ഷെ തത്വത്തിൽ പെൻഷൻ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ അത്താണിയാണ്. അവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാനോ മറ്റുള്ള സംവിധാനങ്ങളോ ഇല്ല. ഈ പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ അവകാശമാണ്. അത് ഒരു ഔദാര്യമായിട്ട് ഗവൺമെന്റ് കാണാൻ പാടില്ല. പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് വീട്ടിലെത്തിച്ച് തന്നെ അവർക്ക് കൊടുക്കണം. അതിന് സഹകരണ ബാങ്കാണ് ഗവൺമെന്റിന്റെ പ്രശ്നമെങ്കിൽ നേരിട്ട് ഗവൺമെന്റ് എത്തിക്കാനുള്ള മറ്റു സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്നാണ് പറയുന്നത്. തൃശൂർ പുതുക്കാടുണ്ടായ വാഹനാപകടത്തിൽ തൃത്താല തിരുമിറ്റക്കോട് സ്വദേശിയായ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് കുടുംബം. തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും കുടുംബം CCTV ന്യൂസിനോട് പറഞ്ഞു. വാഹനാപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് പുതുക്കാട് ബൈക്കിൽ മിനി ലോറി ഇടിച്ച് തിരുമിറ്റക്കോട് സ്വദേശി 22 വയസ്സുള്ള റിജാസ് മരിച്ചത്. ഈ സംഭവത്തിലാണ് ദുരൂഹതയാരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് വെറുമൊരു റോഡപകടമല്ലെന്നും മനഃപൂർവ്വം ലോറി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്നും റിജാസിന്റെ പിതാവ് CCTV ന്യൂസിനോട് പറഞ്ഞു. സംഭവസ്ഥലത്തു നിന്നും അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും ഇതിനു തെളിവായി പുറത്തു വന്നിട്ടുണ്ട്. റിജാസ് സഞ്ചരിച്ച ബൈക്കിലേക്ക് അതിവേഗം പാഞ്ഞുവരുന്ന മിനി ലോറി ഇടിച്ചു കയറുന്നതും വാഹനത്തെ മുന്നോട്ട് നീക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. റിജാസ് സഞ്ചരിച്ച ബൈക്കിന് മുമ്പിൽ പോകുകയായിരുന്ന കാറിന്റെ പിറകുവശത്തെ ക്യാമറയിൽ നിന്നുള്ളതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. അപകടത്തിന് ഏകദേശം 15 മിനിറ്റ് മുമ്പ് മിനി ലോറി ഡ്രൈവറും റിജാസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നുവെന്നും റിജാസിന്റെ പിതാവ് പറഞ്ഞു. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലും പിന്നീട് അപകടത്തിലും കലാശിച്ചതെന്ന് ഒപ്പമുണ്ടായിരുന്നതും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതുമായ സുഹൃത്ത് പറഞ്ഞതായി കുടുംബം വെളിപ്പെടുത്തി. ഒരു ഓവർടേക്കിൻ്റെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വണ്ടിക്കാരനുമായിട്ട് സംസാരം തർക്കം ഉണ്ടായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവനോട് പകരം വീട്ടിയതാണെന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും അതൊരു ആസൂത്രിതമാണ്. അതിൽ നമുക്ക് ദുരൂഹത ഉണ്ട്. എന്തായാലും എൻ്റെ മോന് നീതി കിട്ടണം. ഇത് ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാണ്. ഞങ്ങൾ ഇതിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ള മേൽനടപടി പരാതി SP-ക്കും റൂറലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രൈം ബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് നീതി കിട്ടണം. കാറിലെ റിയർ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഈ വാദങ്ങളെ സാധൂകരിക്കുന്നതാണ്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് റിജാസിന്റെ പിതാവ് റൂറൽ SP-ക്കും ക്രൈംബ്രാഞ്ചിനും പരാതി നൽകി. വല്ലപ്പുഴയിൽ നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. പട്ടാമ്പി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഓപ്പറേഷൻ തണ്ടർ റെയ്ഡിന്റെ ഭാഗമായി വല്ലപ്പുഴ ഭാഗങ്ങളിൽ പട്ടാമ്പി എക്സൈസിന് നേതൃത്വം നടത്തിയ പരിശോധനയിലാണ് 2 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പുറമ്പോക്ക് സ്ഥലത്തുമാണ് കഞ്ചാവ് ചെടികൾ കണ്ടത്. 140 സെന്റിമീറ്ററും 192 സെന്റിമീറ്ററും ഉയരമുള്ളതാണ് കഞ്ചാവ് ചെടികൾ. ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അധികൃതർ അറിയിച്ചു. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത്. പാലക്കാട് ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KJ ഓസ്റ്റിൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് K വസന്തകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ സുധീഷ് R നായർ, അനൂപ് രാജ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുമ്പാണ് വല്ലപ്പുഴ യാറത്ത് നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിന്റെ പരിസരത്തും കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിരിക്കുന്നത്. ചാലിശ്ശേരി പഞ്ചായത്തിലെ സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും നഴ്സിന് അണലിയുടെ കടിയേറ്റ സംഭവത്തിൽ പാമ്പിനെ കണ്ടെത്താനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. പരിസരത്ത് മണിക്കൂറുകളോളം വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല.
വെള്ളിയാഴ്ച കാലത്ത് 10 മണിയോടെ പട്ടാമ്പി ഫോറസ്റ്റ് സെക്ഷൻ റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് ആരോഗ്യ കേന്ദ്രത്തിലെത്തി കടിച്ച പാമ്പിനായി തിരച്ചിൽ നടത്തി. ചാവക്കാട് സ്വദേശിനിയും കഴിഞ്ഞ 2.5 വർഷമായി ഇവിടെ നഴ്സായി സേവനമനുഷ്ഠിച്ചു വരികയുമായിരുന്ന മിസിരിയയ്ക്കാണ് അണലിയുടെ കടിയേറ്റത്. വലിപ്പമേറിയ അണലി പാമ്പാണ് ഇവരെ കടിച്ചതെന്നതിനാൽ ഈ പാമ്പിന്റെ കുഞ്ഞുങ്ങളും പരിസര പ്രദേശത്തുണ്ടാകാം എന്ന ആശങ്കകൾ നിലനിന്നിരുന്നു. പെരുമണ്ണൂർ എസ്റ്റേറ്റ് പടി ആരോഗ്യ കേന്ദ്രത്തിലെ വിഷപ്പാമ്പ് ഭീതിയകറ്റി പ്രദേശം സുരക്ഷിതമാക്കുക, ഇത്തരം ഗുരുതര സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതെ തടയുക എന്നിവ ലക്ഷ്യമിട്ട് കൂറ്റനാട് പ്രസ് ക്ലബ് ഭാരവാഹികളായ ഇസ്മായിൽ പെരുമണ്ണൂർ, രഘു കൂറ്റനാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് വനംവകുപ്പിൽ അറിയിച്ച ശേഷം പരിസരത്ത് വ്യാപക തിരച്ചിൽ നടത്തിയത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ പുറകുവശത്തെ കാട് നിറഞ്ഞ ഭാഗങ്ങളിലും വെട്ടിമാറ്റിയ പഴയ മരം കിടന്ന സ്ഥലങ്ങളിലും ഉൾപ്പെടെ പാമ്പൊളിച്ചിരിക്കാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും പരിശോധന പൂർത്തിയാക്കി. തുടർന്ന് സമീപ പറമ്പുകളിലും പരിശോധന നടത്തിയെങ്കിലും പാമ്പുകളെയൊന്നിനെയും കണ്ടെത്താനായില്ല. ഇതോടെ ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്നവർക്ക് പാമ്പുഭീതിയില്ലാതെ പ്രവേശിക്കാമെന്നതിൻ്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും ജീവനക്കാരും. നിലവിലിവിടെ പെരുമണ്ണൂർ ഭാഗത്തൊരു സിസ്റ്ററിനെ പാമ്പ് കടിയേറ്റു എന്നുള്ളൊരു സംഭവം വീഡിയോസിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഇസ്മയിലും അതുപോലെ തന്നെ രഘുവേട്ടനൊക്കെ നമ്മൾ തന്നെ ന്യൂസിൻ്റെ ആൾക്കാർ തന്നെ അവർ നമ്മൾ അറിയിച്ചിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് നമ്മളിവിടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടുത്തെ എല്ലാ നാട്ടുകാരുടെയും നല്ല സഹകരണമായിരുന്നു. ആ സഹകരണത്തോടെ നമ്മളിവിടെ എല്ലാം പരിശോധിച്ച് നിലവിൽ പാമ്പിനെ ഇവിടെ കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക വെച്ചെങ്കിൽ ഇനി ഇവിടെ ഈ പരിസരം കാണേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സുരക്ഷിതമായിട്ട് നമ്മളതിനെ റെസ്ക്യൂ ചെയ്തു തരുന്നതായിരിക്കും. നഴ്സിന് അണലിയുടെ കടിയേറ്റ് ചാലിശ്ശേരി പഞ്ചായത്തിലെ പെരുമണ്ണൂർ എസ്റ്റേറ്റ് പടിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വ്യാപക ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാർഡ് മെമ്പർ ബാലന്റെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ കാടുകൾ വെട്ടിമാറ്റി പരിസരം ശുചീകരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച ശുചീകരണ ജോലികൾ വൈകിട്ട് വരെ നീണ്ടു. ആശുപത്രി കെട്ടിടത്തിന്റെ പിൻവശത്ത് വെച്ചാണ് കേന്ദ്രത്തിലെ നഴ്സ് മിസിരിയയുടെ കാലിൽ അണലി കടിച്ചത്. ഈ ഭാഗത്ത് ആഴ്ചകൾക്ക് മുൻപ് വെട്ടിമാറ്റിയ മരത്തിന്റെ ഭാഗങ്ങൾ കൂട്ടിയിട്ടിരുന്നു. ഈ ഭാഗത്ത് കാട് വളർന്ന അവസ്ഥയായിരുന്നു. ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായി മരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും നീക്കം ചെയ്തു. പരിസരത്തെ പൊന്തക്കാടുകളും നീക്കം ചെയ്തു. പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ ഭാഗങ്ങളും വൃത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ആരോഗ്യ കേന്ദ്രം അടഞ്ഞുകിടക്കുകയാണ്. നിർഭാഗ്യവശാൽ 2-4 ദിവസം മുന്നേ ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററിലെ നേഴ്സിനെ പാമ്പ് കടിക്കുകയുണ്ടായി. അണലി വർഗത്തിൽപ്പെട്ട പാമ്പാണെന്നാണ് പറഞ്ഞ് അങ്ങനെ ICUയിലേക്കായിരുന്നു കുന്നംകുളത്ത്. ഇപ്പോൾ അപകടനിലയ്ക്ക് തരണം ചെയ്ത് ആൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ എല്ലാ സഹായം, നാട്ടുകാരും അതുപോലെ തന്നെ പരിസരവാസികളും എല്ലാവരും കൂടി നല്ല സഹകരണത്തോടു കൂടി നമ്മുടെ ഫോറസ്റ്റിൽ നിന്ന് വിളിക്കുമ്പോഴേക്കും തന്നെ ഇദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് മൊത്തം ചെക്ക് ചെയ്തു. കോമ്പൗണ്ടിൻ്റെ പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടി ഞങ്ങൾ ചെക്ക് ചെയ്തു. പാമ്പിൻ്റെ ഇതൊന്നും കാണാന്നാൽ പാമ്പിൻ്റെ ഒരു ആവാസം ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതുകൊണ്ടല്ല നാട്ടുകാരുടെ എല്ലാ പരിപൂർണ സഹായവും ഉണ്ടായിട്ടുണ്ട്. വിദൂര വിദ്യാഭ്യാസവും തുടർ പഠന സാധ്യതകളും എന്ന വിഷയത്തിൽ പട്ടാമ്പിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും സാക്ഷരതാ മിഷൻ പാലക്കാട് ജില്ലയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വൈജ്ഞാനിക സാഹിത്യ സാംസ്കാരിക സെമിനാർ സംഘടിപ്പിച്ചത്. വിദൂര വിദ്യാഭ്യാസവും തുടർ പഠന സാധ്യതകളും എന്ന വിഷയത്തിൽ കൂടിയായിരുന്നു സെമിനാർ. മുഹമ്മദ് മുഹസിൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരളം സാക്ഷരതയിൽ 1ാം സ്ഥാനത്തായിരുന്നു. ഇപ്പം മിസോറാമും ഏതാണ്ട് കേരളത്തിൻ്റെ മുന്നിലും അടുത്തൊക്കെ ആയിട്ടുണ്ട്. സാക്ഷരത കഴിഞ്ഞാണ് ആ സാക്ഷരത എന്ന് പറഞ്ഞ കേവലം സാക്ഷരതയിൽ പ്രധാനമായിട്ടും 3 ആറുകൾ റീഡിങ് റൈറ്റിങ്ങും അടക്കമുള്ള അരിതമെറ്റിക്സൊക്കെ ഉള്ള 3 ആറുകളൊക്കെയാണ് തുടക്കത്തിൽ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് കുറച്ചും കൂടെ ഫങ്ഷണലായിട്ടുള്ള കാര്യങ്ങൾ, ഒരു അപേക്ഷ എഴുതാനുള്ള ഇതെങ്കിലും വേണം എന്നുള്ളത് സാക്ഷരത ആ മേഖലയിലേക്ക് മാറി. ഫങ്ഷണൽ ലിറ്ററസി എന്ന് പറയും. ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവനവൻ്റെ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അത് പഠിക്കുക എന്നായിരുന്നു. അത് കഴിഞ്ഞാണ് 4ാം ക്ലാസ് തുല്യതയും 7ാം ക്ലാസ് തുല്യതയും 10ാം ക്ലാസ് തുല്യതയും +2 തുല്യതയും എഴുതുക എന്നുള്ള തലത്തിലേക്ക് പോയത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും അടക്കമുള്ള മേഖലകളിലേക്ക് മാറാനുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുകയാണ്. ഏറെ സന്തോഷമുള്ള കാര്യം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുമ്പോൾ, അത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ആരംഭിക്കാൻ പോണ സമയത്ത് ഇതുപോലെ തുല്യതാ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ മുമ്പിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ടീച്ചറോട് ഇരിക്കുന്നുണ്ട്, അന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്റർ ഇവിടെ പട്ടാമ്പിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും എന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നാലും അത് യാഥാർത്ഥ്യമായി എന്നല്ല. ഇപ്പം ഏറെ സന്തോഷമുള്ളത്
ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏറ്റവും മികച്ച റീജിയണൽ സെന്ററും ഏറ്റവും മികച്ച ലേണിംഗ് സെന്ററും നമ്മുടെ പട്ടാമ്പിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. എല്ലാ മേഖലയിലും, പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി അധ്യക്ഷനായിരുന്നു. തൃപ്പൂണിത്തറ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജോമോൻ വിഷയാവതരണം നടത്തി. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി. ദീപ, ഡോക്ടർ രാജേഷ്, ഡോക്ടർ മനോജ് സബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി ബാബു, ഡോക്ടർ എ.സി. ലതിക, പി.വി. പാർവതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആഘോഷങ്ങളുടെയും ആർഭാടങ്ങളുടെയും കാലത്ത് മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ നാടിന്റെ കയ്യടി നേടുകയാണ് വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി കൂട്ടായ്മയായ മാൽസാർ ബാച്ച്. ഫ്രഷേഴ്സ് ഡേ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുക ഉപയോഗിച്ച് കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിയാണ് ഈ കൂട്ടുകാർ നന്മയുടെ പുതിയ മാതൃക തീർത്തത്. സ്വന്തം പോക്കറ്റ് മണിയിൽ നിന്നും മാറ്റിവെച്ച് സമാഹരിച്ച തുകയാണ് നന്മയുടെ പാതയിൽ വിനിയോഗിച്ചത്. കുട്ടികൾ തങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുകയും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വിളമ്പുകയും ചെയ്തപ്പോൾ സഹയാത്രയിലെ അന്തേവാസികൾക്കും നടത്തിപ്പുകാർക്കും അത് കണ്ണു നിറയ്ക്കുന്ന ഒരു അനുഭവമായി മാറി. ആഘോഷങ്ങൾ ഹാളുകൾക്കുള്ളിലെ ആർപ്പുവിളികളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലെന്നും അത് സഹജീവികളുടെ കണ്ണീരൊപ്പുന്നതാവണം എന്നുള്ള സന്ദേശമാണ് വട്ടേനാട് സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ സമൂഹത്തിന് നൽകിയത്. മൽസാർ ബാച്ച് കൂട്ടായ്മയുടെ ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിയെ അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഒരേ മനസ്സോടെ അഭിനന്ദിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിന് പാമ്പ് കടിയേറ്റ സംഭവം പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് ചാലിശ്ശേരി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് ചാലിശ്ശേരി സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഏരിയ കമ്മിറ്റി അംഗം ടി.എം. കുഞ്ഞുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. നിമേഷ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം സുധീഷ് കുട്ടൻ, പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും കാഠിന്യമേറിയ ഓഫ് റോഡ് മത്സരത്തിൽ മിന്നുന്ന വിജയവുമായി KL10 ഓഫ് റോഡ് ക്ലബ്ബ്. പട്ടാമ്പി സ്വദേശി ശശിൻ ഷാ ഉൾപ്പെടെയുള്ളവരാണ് ക്ലബ്ബിലെ അംഗങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കഠിനമേറിയതായ റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച് ഓഫ് റോഡ് മത്സരത്തിലാണ് മിന്നുന്ന വിജയം KL10 ഓഫ് റോഡ് ക്ലബ്ബ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സാഹസികത നിറഞ്ഞ 5 മോട്ടോർ സ്പോർട്സ് മത്സരങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. അന്താരാഷ്ട്ര തലത്തിൽ 30-ൽ പരം രാജ്യങ്ങളിൽ നിന്നുമായി നടത്തി വന്നിരുന്ന ഈ അതിസാഹസിക ഓഫ് റോഡ് മത്സരത്തിൽ റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിന്റെ ഇന്ത്യൻ പതിപ്പ് കഴിഞ്ഞ 12 വർഷമായി ഗോവയിൽ വെച്ചാണ് നടത്തി വന്നിരുന്നത്. തുടർച്ചയായ 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ ബ്ലോക്ക്, മോഡിഫൈഡ്, എക്സ്ട്രീം എന്നീ 3 കാറ്റഗറികളിലായി ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 1 വരെയായിരുന്നു മത്സരങ്ങൾ നടന്നത്. മത്സരത്തിൽ രാജ്യത്തിലുടനീളമുള്ള 62 ടീമുകൾ പങ്കെടുത്തു. മോഡിഫൈഡ് കാറ്റഗറിയിൽ ഓവറോൾ ഫസ്റ്റ് റണ്ണറപ്പ് നേടുകയും 1610 cc 3010 cc ഡീസൽ വിഭാഗത്തിൽ ഈ ക്ലബ് ചാമ്പ്യന്മാരാവുകയും ചെയ്തു. പട്ടാമ്പി സ്വദേശി ഷെഹിൻ ഷോയും മലപ്പുറം കോഡൂർ സ്വദേശി നബീലും അടങ്ങുന്ന ടീമാണ് ക്ലബ് അംഗങ്ങൾ. എക്സ്ട്രീം വിഭാഗത്തിൽ എബോ 3010 cc ഡീസൽ വിഭാഗത്തിൽ ചാമ്പ്യന്മാരായി വേങ്ങര സ്വദേശി PP ബൻസീറും മങ്കട സ്വദേശിയായ CK നാസറും അടങ്ങുന്ന ടീമും മികച്ച നേട്ടം കരസ്ഥമാക്കി. കൂടാതെ എക്സ്ട്രീം കാറ്റഗറി 1611 cc 3010 cc ഡീസൽ വിഭാഗത്തിൽ പെരിന്തമണ്ണ സ്വദേശിയായ മെഹബൂബ് കരുവാടിയും കരുവാരക്കുണ്ട് സ്വദേശി CK ഷാഫിയും അടങ്ങുന്ന ടീം സെക്കൻഡ് റണ്ണറപ്പുമായി. പട്ടാമ്പി സ്വദേശി ഷെഹിൻ ഷായും സംഘവും അടങ്ങുന്ന ടീമിന്റെ മിന്നും വിജയം പട്ടാമ്പിക്കും അഭിമാനമായിരിക്കുകയാണ്. ഇതോടെ നിലയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.